വീടുകൾ തോറും കയറി അവസാന വോട്ടുറപ്പിക്കാനുള്ള നിശബ്ദ പ്രചാരണത്തിൽ LDF പ്രവർത്തകർ. ഡോക്ടർ പി സരിന്റെ വിജയത്തിനായി ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകളിലെ ലക്ഷ്യമെന്ന് LDF പ്രവർത്തകർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ ഏതാണ്ട് ഒരു 50ഓളം പേരുണ്ട്. നമ്മളിങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കോളനി ഏതാണ്ട് ചുറ്റിക്കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ സ്ഥലം കവർ ചെയ്യാനുണ്ട്. എന്തായാലും നമ്മുടെ ഡോക്ടർ സരിൻ ഉറപ്പായിട്ടും ഈ ബൂത്തിൽ വിജയിക്കും. അദ്ദേഹമാണ് രാമകൃഷ്ണനാണ് ഞാനാണ് ഇവിടുത്തെ ബൂത്ത് സെക്രട്ടറി. ഇവിടുത്തെ ഞങ്ങളുടെ വിജയം ഏകദേശം സുനിശ്ചിതമാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് കഠിന അവസാനത്തെ വോട്ട് ഉറപ്പിക്കുകയാണ് ഞങ്ങൾ. ഇപ്പം നോട്ടീസ് ഒന്നുമില്ല, നമ്മൾ കയറി വോട്ടർമാരോട് നേരിട്ട് പറയുകയാണ്. ഒന്നുമില്ല പുറത്തു കഴിഞ്ഞു. ഇന്നലെ സ്ലിപ്പ് കിട്ടാത്ത ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കവർ ചെയ്ത് കൊടുക്കും. ഇനി കുറച്ച് ദൂരെയുള്ള ഞങ്ങൾ കുറേ വോട്ടുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ സ്ഥലത്തില്ലാത്തവരും ഇപ്പോൾ നാളെ വോട്ട് ചെയ്യാൻ വരുന്ന സമയം അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തി നോട്ട് വരുന്നുണ്ട്. ഈവൻ എൻ്റെ മോളടക്കം 2 പേര് ബാംഗ്ലൂരാണ്. അവർ നാളെ കാലത്തെ ബസ്സിന് വന്ന് വോട്ട് ചെയ്തിട്ട് വൈകുന്നേരത്തെ ബസ്സിന് തിരിച്ചു പോകും. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ ശ്രീശങ്കർ, ഒളിമ്പ്യൻ ശ്രീശങ്കർ, നാളെ 11 മണിക്കാണ് അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ്. പക്ഷേ 7 മണിക്ക് ഇവിടെ വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം പോകുള്ളൂ. അതിനുവേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വീണ്ടും ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ സരിൻ ഉറപ്പാണ്. സരിൻ ഉറപ്പാണ്. ഇരിക്കാനുള്ള MLA ആണ് നമുക്ക് ആവശ്യം. അതെ, നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാൻ വേണ്ടി ഒരു MLA ആവശ്യമില്ല. നമുക്ക് ഈ ഭരണം നമ്മുടെ കയ്യിലുണ്ട്. ഈ 15 മാസം കൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ ടൗൺ ഹാള്, സ്റ്റേഡിയം, അതുമാതിരി തന്നെ ബസ് സ്റ്റാൻഡ്, ഇത് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഇത് ലഭ്യമാക്കും. ഒരുപാട് മാറ്റം വരുത്താനുണ്ട് പാലക്കാട്. അപ്പോൾ തീർച്ചയായും സരിന് വോട്ട് ഉറപ്പിക്കാൻ, അവസാനത്തെ നിമിഷവും സരിന് വോട്ട് ഉറപ്പിക്കാൻ, ദൂരെയുള്ള വോട്ടർമാരെ കൊണ്ടുചെന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ, അവസാനം ഓരോ വീടാന്തരം കയറിയിറങ്ങുന്ന LDFൻ്റെ പ്രവർത്തകർക്കൊപ്പമാണ് ഉള്ളത്. ക്യാമറമാൻ ഇക്ബാലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, പാലക്കാട്.